കരയിലിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ കിട്ടുന്ന ഫീലിനേക്കാളും മോർ ത്രില്ലിംഗ് ആണ് രാത്രി കടലിലിറങ്ങി മീനെയും നീരാളിയൊക്കെ മീൻ കുത്തിക്കൊണ്ട് പിടിക്കുന്നത്. ഈ പിടിച്ചനൊക്കെ അവിടെ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്ത് പിടയ്ക്കണം. ലക്ഷദ്വീപ് ഫിഷ് കണ്ടിങ്ങിന്റെ യഥാർത്ഥ വൈബ് അറിയണമെങ്കിൽ പോന്നോട്ടോ കൂടെ. ഇന്ന് നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള ലഗൂൺ ബീച്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഫിഷ് കണ്ടിങ് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പോകട്ടെ. വൈകുന്നേരം വെയിലൊന്നും അറിയാം ദ്വീപുകാരെ കൊണ്ടും ദ്വീപ് കാണാൻ വന്നവരെ കൊണ്ടും ഈ ബീച്ച് അങ്ങ് നിറയും. ഇവിടെ വർക്ക് ചെയ്യുന്ന BMW എന്ന് പറഞ്ഞൊരു ടീമാണ് നമ്മളെ ഫിഷ് കണ്ടിങ്ങിനെ കൊണ്ടുവന്നിട്ട്. ഇവിടെ വെച്ച് ഒരു ചെറിയ ഐഡിയ വന്നിട്ട് ഒരു 6-6:15 നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴും കടലിറങ്ങുമ്പോഴും ഒക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ്. കപ്പലിൽ യാത്ര ചെയ്യാനും മറ്റുമായിട്ട് ബോട്ടിൽ കുറെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ സൂര്യാസ്തമയത്തിന് ശേഷം യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. സംഭവം കൊള്ളാം. ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫിഷ് കണ്ടിങ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. ഈ വെള്ളത്തിലെ വെളിച്ചം എനിക്ക് മുന്നേ ഇറങ്ങിപ്പോയ ആൾക്കാരുടെ ടോർച്ചിലത്തെ വിളിച്ചാട്ടാ. അങ്ങനെ എന്റെ ടൈം ആയിട്ടാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച അയ്യോ ഒന്നുമില്ല, ഫുള്ളിരുട്ട് രാത്രി അല്ലേ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലാട്ടാ, നമ്മുടെ ഒപ്പം ഓരോരുത്തരുടെ കൂടെ ഒരാളുണ്ടായിരിക്കും. ആളാണ് പിടിക്കുന്നത്. നമ്മളിടയ്ക്ക് ടോർച്ച് പിടിക്കും. അവര് ഫിഷിന് പിടിക്കുന്നത് നമ്മൾ അവരുടെ ഒപ്പം നീന്തി കാണും. അതെന്താന്ന് വെച്ചാ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല അത്. ഇനി ഇതിന്റെ പിന്നിലെ ശാസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ലേറ്റ് അടിക്കുമ്പോൾ ഇവന്മാരവിടെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പമുള്ള കുന്തം കൊണ്ടുള്ള അതിവേഗ പ്രഹരത്തിൽ അവർ നമുക്ക് കീടങ്ങുകയാണ് ചെയ്തത്. ഈ മുല്ലപ്പൂ നമ്മൾ മാലയിൽ കോർക്കുന്നത് പോലെ ഒരു ചെറിയ കോപ്പർ വയറിലെ ആ മീനുകളുടെ കണ്ണുകളിലൂടെ കോർത്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരും. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ കൊന്ന പാപം തിന്നാ തീരുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഹണ്ടിങ്ങിന് ശേഷം തിരിച്ചു വന്നിട്ട് അന്ന് പിടിച്ച മീനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് തന്നെ ഫ്രഷ് ആയിട്ടാണ് തരും. കാര്യം പറയാലോ, ഇത്രയും ടേസ്റ്റ് ഉള്ള ഗ്രിൽഡ് ഫിഷ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഈ ഹണ്ടിങ്ങിനും അൺലിമിറ്റഡ് ഗ്രിൽഡ് ഫിഷസിനും എല്ലാത്തിനും കൂടി BMW പെർ ഹെഡ് വാങ്ങുന്നത് 1500 രൂപ കേട്ടോ. കൊടുത്ത ക്യാഷും പോയ സമയം വെറുതെ എന്നൊരാളും പറയില്ല. ഹണ്ടിങ്ങിനിടെ പല തരത്തിലുള്ള മീനുകൾ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പഫർ ഫിഷിനെ കേട്ടോ. ഇതിന് മുന്നേ സ്നോർക്കലിംഗ് ചെയ്യണ നേരത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഫിഷ് ബലൂൺ പോലെ വീർക്കുമ്പോൾ ഇതിന്റെ ശരീരത്തിലുള്ള മുള്ളുകളെ പേടിച്ച് ഞാൻ അതിന്റെ അടുത്തേക്ക് പോകാറില്ല. പിന്നെ കൂടെയുള്ള ചേട്ടൻ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മുള്ളുകളൊക്കെ ഫേക്ക് ആണ്, നമുക്ക് ഇതിനെ തൊടാൻ പറ്റുന്നൊക്കെ. അങ്ങനെ ഞാനും തൊട്ടു, നല്ല സോഫ്റ്റ് മുള്ളുകൾ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് മീനുകളെ മാത്രം പിടിച്ചുകൊണ്ട് പോയിരുന്ന എന്റെ വീഡിയോയിലേക്ക് ഒരു കിഡിലും ക്യാമറയായിട്ട് ഒരു അപ്പൽ കൂട്ടനാ വന്നു. ഇവിടെ ഒക്കെ ഈ നീരാളിനെ ഈ അപ്പൽ എന്നാണ് പറയല്. കോറൽസിന്റെ ഇടയിലൂടെ നീരാളിയുടെ തല കണ്ട ഉടനെ ചേട്ടൻ പാഞ്ഞ് അതിന് കുത്തി വലിച്ച് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് വന്നത് നീരാളി ഒരു മഷി പോലെയുള്ള സംഭവം വെള്ളത്തിലാ കലക്കി. ചേട്ടൻ വിടോ, തെളിഞ്ഞ വെള്ളമുള്ള ഭാഗത്തേക്ക് ഇവനെ കൊണ്ട് വെച്ച് പിടിച്ച്. അവിടെ ചെന്നിട്ട് ഇവര് തമ്മിൽ മുട്ടനടി. ഉള്ളതാണോന്ന് അറിയില്ല കേട്ടാ. ഈ നീരാളിനെ പിടിക്കാൻ അറിയാത്തവർ ചെന്നിട്ട് കയ്യിൽ നിന്ന് നീരാളി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ മൂക്കിലേക്കും വായിലേക്കും കയറി പോയി നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നൊക്കെ. നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. എന്തായാലും ഈ കാര്യം സത്യമാണെന്ന് പരീക്ഷിക്കാനൊന്നും ഞാൻ പോയില്ല. മിനിറ്റുകൾ നീണ്ട മൽപ്പിടുത്തങ്ങൾക്കൊടുവില് നീരാളി തോൽവി സമ്മതിച്ചുകൂട്ടാ. അതോടെ അങ്ങ് ഹണ്ടിങ് അവസാനിപ്പിച്ച് നീരാളിനെയും കമ്പിയിൽ കോർത്തിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് തിരിച്ചു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അത്യുഗ്ര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ തിരിച്ചു കയറിയ ശേഷം എന്റെ 2 ഫ്രണ്ട്സും പിന്നെ പോയവരൊക്കെ തിരിച്ചു വന്നുട്ടാ. അവർക്കെല്ലാം പലതരത്തിലുള്ള മീനുകൾ കിട്ടിയെങ്കിലും കടലിനടി പോയി നീരാളിനെ പിടിക്കുന്ന സീൻ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് മാത്രം ഉണ്ടായുള്ളൂട്ടാ. നമ്മൾ പിടിച്ചു കൊടുക്കുന്ന മീൻ വാങ്ങാൻ ഇവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. അതിൽ നമ്മൾ ഇഷ്ടമുള്ളതും ക്വാണ്ടിറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്ത് അങ്ങ് തരും. അതൊരു പിടി പിടിച്ചതല്ലേ, നമ്മുടെ വയറും മനസ്സും ഒരുപോലെ അങ്ങ് നിറയും. എന്നാ പിന്നെ ലക്ഷദ്വീപിലെ ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളും എക്സ്പീരിയൻസുകളും ഒക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോട്ടാ. മീൻ വാങ്ങിക്കും കുറച്ച് മീനുള്ള കളിയാക്കല്ലേ. ഞങ്ങൾ വലിയതിനൊക്കെ നോക്കി, പക്ഷേ ഇതാണോ അപ്പൊ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നീക്ക് അറിയും. അല്ലല്ല ചെറുപ്പള്ളി ഇതല്ല.